നാം കണ്ടിട്ടുണ്ട്, ഇപ്പോഴും കാണുന്നു. ജീവിത ദുരിതങ്ങളുടെ വറുതിയിൽ ഇതുപോലെ വാടിക്കരിഞ്ഞ മനുഷ്യരെ. രോഗം, ദാരിദ്ര്യം, മദ്യം, അജ്ഞത, പോരാത്തതിന് ജാതിക്കുശുമ്പും മതദ്വേഷവും. ഹോ, ആശ്രയം തേടി അവർ നമ്മെ വിളിച്ച് കേണുകൊണ്ടേയിരുന്നു. അതിനൊരുപായം തേടി നാം ഒരുപാട് അലഞ്ഞു, നാടും വീടുമില്ലാതെ. ഒടുവിൽ നാം എത്തി ഈ മരുന്ന് മാമലയിൽ. മരുത്വാമല, ജനിമൃതി ദുഃഖങ്ങൾക്ക് സ്വയം ഔഷധമാകുന്ന ഹിമവാന്റെ ശിഖരഭൂമി. അക്കാലം നമ്മുടെ യാത്രകളെല്ലാം ചട്ടമ്പിയോടൊത്തായിരുന്നു. ദേശങ്ങൾ തോറും അലഞ്ഞ് ഞങ്ങളങ്ങനെ മരുത്വാമലയുടെ താഴ്വരയിലെത്തി. ചട്ടമ്പിക്ക് നമ്മേക്കാൾ കായബലമുണ്ട്. അതിനാൽ ദുർഘടങ്ങളിൽ 3 വടി പോലെ വർദ്ധിക്കും. ഈ മലയ്ക്ക് ഒരു ഗർഭഗൃഹമുണ്ട്, പിള്ളത്തടം ഗുഹ. ഏകാന്ത യോഗികളെ ഗർഭം ധരിച്ച് സത്യബോധം നൽകുന്ന സൃഷ്ടിഗ്രഹം. അവിടെ എത്താൻ ഏത് ദുർഘടവും തരണം ചെയ്യാൻ ഞങ്ങൾ ഒരുക്കമായിരുന്നു. അന്തരംഗത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ. അവ തീക്കനലുകൾ പോലെ അകം ചുട്ടിരിക്കുന്നത് നാം അറിയുന്നുണ്ട്. ഇരിപ്പുറയ്ക്കാത്ത മനസ്സ് ചിന്തകളുടെ തീപ്പൊരി ചിതറിക്കുന്നു. ഉറുമ്പിനും നമുക്കും ആഹാരത്തിൻ്റെ അളവിൽ വ്യത്യാസമുണ്ടാകാം. പക്ഷേ വിശപ്പിൻ്റെ ആഴം ഒരുപോലെയാണ്. ആർത്തിയോടെ കഴിക്കുന്നതിനേക്കാൾ എത്രയോ ആസ്വാദ്യമാണ് അനുകമ്പയോടെ വിളമ്പുന്നത്. ബാഹ്യലോകത്തേക്കുള്ള കണ്ണുകൾ 5 അടയാൻ സമയമായിരിക്കുന്നു. മനുഷ്യജന്മം കൊണ്ട് തരണം ചെയ്യേണ്ട മാർഗതടസ്സങ്ങൾ മുന്നിലുണ്ട്. അവയൊക്കെ തരണം ചെയ്തേ തീരൂ. എവിടെ പിള്ളത്തടം? അഗസ്ത്യനെ സൃഷ്ടിച്ച അപ്പരെയും
മാണിക്യവാചകരെയും തിരുജ്ഞാന സമ്പന്നരെയും സൃഷ്ടിച്ച ഭൂമി മാതാവിൻ്റെ ആ ഗർഭഗൃഹം. ആ അദൃശ്യ സാന്നിധ്യം നാം കാണുന്നു. കണ്ണാടിയിലെന്ന പോലെ നാം കേൾക്കുന്നു ആ പദചലനം. ൂഴിത്തട്ടിനൊഴുക്കായിഴുകിന ജഘനത്താഴികക്കെട്ടിനുൾ പൊൻവാഴത്തണ്ടും മണിത്തൂണഴകും മൊഴിയുമതൃത്തുടക്കാമ്പുരണ്ടും താഴത്തൂറിത്തുളുമ്പും മടുമലർ ശരവീരൻ മണിച്ചപ്പുകൂപ്പും താഴമ്പൂപ്പൻ കണങ്കാൽ തിരുവടിയണിമുട്ടും മറന്നീടുമോ ഞാൻ? ആകാശത്തിൻ്റെ ഉത്തുംഗങ്ങളിൽ മേഘപാളികൾ ഓരോന്നായി ഒഴിയുന്നത് പോലെ മനസ്സ്, സങ്കല്പം, വികൽപ്പം എല്ലാം ഒന്നൊന്നായി ഒഴിയുകയാണ്. നാം വ്യവഹാരം നിർത്തുകയാണ്. ഞങ്ങൾ പരസ്പരം ലക്ഷ്യം ചേർത്ത് വയ്ക്കാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷേ മാർഗം വ്യത്യസ്തമാണെന്ന് ബോധ്യപ്പെട്ടു. ആദരവോടെ പരസ്പരം പിരിയാൻ തീരുമാനിച്ചു. എല്ലാം പൂർവ്വനിശ്ചിതം. ഇന്ദ്രിയങ്ങളെ മറികടന്നാൽ പുരുഷാർത്ഥങ്ങളായി, അവയെ മറികടന്നാൽ അന്ധക്കരണത്തെ അറിയാം. അന്ധക്കരണത്തിനപ്പുറം ബുദ്ധിയും മേധയും, അതിനുമപ്പുറം പരംപുരുഷൻ. ഇതൊരു തൊട്ടെണ്ണലാണ്. ഒന്നൊന്നായി എണ്ണി എണ്ണി പൊരുളുകൾ ഒടുക്കണം. എങ്കിലേ ദൃക്കും ദൃശ്യവും ഒന്നായിത്തീരുന്ന പൊരുളിനെ അറിയുവാൻ സാധിക്കൂ.
ഇതുവഴിക്കാരും മുമ്പേ വന്നിട്ടില്ല. അതിനാൽ നമുക്ക് മുന്നിൽ ഒരു മാതൃകയും കാണുന്നുമില്ല. പരമസത്യത്തെ അറിഞ്ഞവർ പിന്നെ നാമരൂപത്തിൽ അവശേഷിക്കുന്നതുമില്ല. നാം ഇപ്പോൾ അമ്മയുടെ ഗർഭപാത്രത്തിലെന്ന പോലെയുണ്ട്. വിശപ്പില്ല, ദാഹമില്ല, ക്ഷീണവുമില്ല. എല്ലാം അനാദിയായൊരു പൊക്കിൾക്കൊടിയിലൂടെ ലഭിക്കുന്നത് പോലെ നാം ഒരു സുഖപ്രസവം കാത്ത് ഇവിടെ കഴിയുകയാണ്. അക്കാലം നമുക്ക് 2 സുഹൃത്തുക്കളെ ലഭിച്ചു, ഒരു പുലിയും പാമ്പും. നമുക്ക് മാത്രമല്ല, സ്വന്തം ഉള്ളിലേക്ക് തിരിഞ്ഞു തേറുന്ന ആർക്കും ഇവരുടെ സാമീപ്യമുണ്ടാവും. കരിമ്പുലി നമ്മുടെ ഉള്ളിലെ ക്രോധമാണ്, പാമ്പ് നമ്മുടെ ഒടുങ്ങാത്ത ആഗ്രഹങ്ങളും. നാം ആരെയൊക്കെയാണ് സ്വന്തം ഉള്ളിലറിയുന്നത്? മോശയെ നമ്മിൽ കാണുന്നു, ക്രിസ്തുവിനെയും നബിയെയും കാണുന്നു. ബുദ്ധനും ശങ്കരനും നമ്മിൽ തന്നെയുണ്ട്. അല്ല, അവയ്ക്കെല്ലാം അപ്പുറം നാം ചിത്പുരുഷനാകുന്നു. പാവങ്ങൾ ഞെട്ടറ്റ് വീണ പൂക്കൾ പോലെയുണ്ട്. പരമാത്മാവിന്റെ കൂട്ടിനുള്ളിൽ നിന്ന് ഇതുപോലെ ഭൂമിയിലേക്ക് വഴുതി വീഴുന്നവരാണ് എല്ലാവരും. ഇപ്പോൾ നമുക്ക് ബോധ്യമാകുന്നു, നമുക്കാരുടെയും ദുഃഖം കണ്ട് സ്വന്തം ഏകാന്തതയെ പുൽകിയിരിക്കാനാവില്ല. അവരനെ സഹായിക്കുമ്പോഴുണ്ടാകുന്ന ശാന്തി മറ്റൊന്നിൽ നിന്നും ലഭിക്കുകയില്ല. കൂടറ്റ് വീഴുന്ന സഹജീവികളെ കൂട്ടിലേക്ക് തിരികെ വിടാനൊരു കർമ്മ പദ്ധതി വേണം നമുക്ക്. എത്ര കാലം തപസ്സിലാണ്ടു എന്ന് ഓർമ്മയില്ല. വിശപ്പ് നമ്മെ വിളിച്ചുണർത്തിയിരിക്കുന്നു. കട്ടുകൊടി തന്നെ ശരണം. പശി തീർന്നിട്ടാവാം ഇനി എന്തും. സംസാര മധ്യത്തിലേക്ക് വിളിക്കുവാൻ ആളെത്തിക്കഴിഞ്ഞുവല്ലോ. ദീനം പിടിച്ചും മതിര കുടിച്ചും മതമേറുന്നവന്റെ ചവിട്ടേറ്റ് വീണും നിങ്ങളിങ്ങനെ അലയുമ്പോൾ നമുക്ക് ഏത് ഗർഭഗൃഹത്തിൽ സ്വയം ഒളിപ്പിക്കാൻ സാധിക്കും? ഇത് വിധാതാവിന്റെ നിയോഗമാണ്. നമുക്ക് പരമപദം തരുന്നതിന് മുമ്പേ അല്പം കൂടി സമയം തരൂ ദൈവമേ. ഇവരെ കൂടി അവിടുത്തെ സവിധത്തിലെത്തിക്കാതെ അടിയന് പൂർണ്ണത എങ്ങനെ?
സർവസങ്കടനാശന പാഹി ശിവ കവി സന്തതി സന്തതവും തൊഴുമിൻ ഭവനാടകമാടുമരും പൊരുളേ. ഓം നമഃ ശിവായ. വെയിൽ കനക്കുന്നത്, വൃക്ഷത്തലപ്പുകൾ കരിയുന്നത് കാണുമ്പോഴാണ് നാം അറിയുന്നത്. മഴ പെയ്യുന്നത് ഗുഹാകവാടത്തിലൂടെ ജലമൊലിച്ചിറങ്ങുമ്പോഴും. മഞ്ഞുകണങ്ങൾ കാഴ്ചയെ മറയ്ക്കുമ്പോൾ നാം അറിയുന്നു ശരത്കാല സാന്നിധ്യം. പക്ഷേ ഇവയ്ക്കൊന്നും നമ്മെ സ്വാധീനിക്കാൻ സാധിക്കുന്നില്ല. കാരണം നാം ശരീരമല്ല, മനസ്സല്ല, ഇന്ദ്രിയങ്ങളല്ല, ബുദ്ധിയല്ല, പ്രാണനല്ല. കാലത്തിനും സമയത്തിനും അപ്പുറമാണ് നമ്മുടെ ആത്മസഞ്ചാരം. അലതല്ലുന്ന സംസാര ദുഃഖത്തിരകൾക്ക് മുകളിലാണ് നാം നമ്മെ തന്നെ പ്രതിഷ്ഠിക്കുന്നത്. നമുക്കവിടെ നാം തന്നെ നാവികനും നാം തന്നെ കപ്പലും. സാംബ സദാ ശിവ ശങ്കരലിംഗം കാര്യവരപ്രദ കോമളലിംഗം സാമ്യവിഹീന സുമാനസലിംഗം തന്മൃദു പാദു ചിദംബരലിംഗം. നാം നിങ്ങൾക്കായി മനുഷ്യത്വം പഠിപ്പിക്കുന്ന ദൈവത്തെ നൽകുന്നു. ആർക്കും തൊഴാം, ആരിലും പ്രസാദിക്കും ഇവൻ. ഭക്തിയുടെ കൈപിടിച്ച് നിങ്ങൾ സത്യത്തിലേക്ക് കടക്കുവിൻ, ധർമ്മത്തെ അറിയുവിൻ. എല്ലാ ജീവികളോടും ദയയുള്ളവരാകുവിൻ. അങ്ങനെ പരമമായ ശാന്തിയിൽ ലയിക്കട്ടെ. ചെമ്പഴന്തിയിൽ ഭൂജാതനായ നാണു നാരായണൻ സത്യാന്വേഷിയായി പലയിടങ്ങളിലും സഞ്ചരിച്ചു. ഒടുവിൽ ഈ മരുന്നുമാമലയുടെ മുകളിൽ പ്രകൃതി മാതാവിൻ്റെ മടിത്തട്ടിലെത്തി. കഠിനവ്രതം പൂണ്ട് തപസ്സിലിരുന്ന നാരായണൻ ആത്മസാക്ഷാത്കാരം നേടി ശ്രീനാരായണ ഗുരുവായി അവതരിച്ച പുണ്യ ഗർഭഗൃഹമാണ് പിള്ളത്തടം ഗുഹ. ജനം ഇത് കണ്ട് തെളിഞ്ഞ് ജനിമൃതി കൈവിട്ട് ഇന്നിലയിലിരിക്കട്ടെ എന്ന മഹാലക്ഷ്യത്തോടെ ആയുസ്സും വപുസ്സും ആത്മതപസ്സും ബലിയർപ്പിച്ച് ആ പരമകാരുണികൻ തൻ്റെ ലോകയാത്ര അന്വർത്ഥമാക്കി. ഞാൻ ഈ മലയിൽ അനേക വർഷങ്ങൾക്ക് മുമ്പേ വരുമായിരുന്നു. 1991 സെപ്റ്റംബർ 21 ഗുരുദേവ മഹാസമാധി ദിനാചരണ ദിവസം പ്രഭാതത്തിൽ ഞാൻ മലമുകളിലെത്തി. ആ തപോധാമത്തിൽ പകൽ മുഴുവൻ പ്രാർത്ഥനയോടെ കഴിഞ്ഞപ്പോൾ ഇനി മറ്റൊരിടത്തേക്കും പോകേണ്ടതില്ല, ഇവിടം തന്നെ മതി എന്ന ഉണർവാണുണ്ടായത്. അതൊരു ഗുരുനിയോഗമായിരുന്നു. 1992 ജനുവരി 9 ചതയം തിരുനാളിൽ ഞാൻ ഏകനായി പിള്ളത്തടം ഗുഹയിൽ പൂജയും പ്രാർത്ഥനയും നടത്തി. തുടർ മാസങ്ങളിലെ ചതയ പൂജയിൽ കുറേ ഭക്തർ ഒപ്പം കൂടി. ആ ഗുരുഭക്തരുടെ
കൂട്ടായ്മ ചതയപൂജാ സംഘമായി മലയുടെ അടിവാരത്തിൽ ഒരു ചെറു കുടിൽ കെട്ടി ആരംഭിച്ച ശ്രീനാരായണ ഗുരുധർമ്മമഠം ഗുരുകാരുണ്യത്താൽ ഇന്നു കാണുന്ന നിലയിൽ വളർന്നു. ജീവിതഭാരമിറക്കി ശാന്തി തേടി മരുത്വാമലയിൽ ഗുരുവിൻ്റെ ആത്മചൈതന്യം അനുഭവിച്ചറിയുവാൻ എത്തുന്നവരുടെ സംഖ്യ നാൾക്കുനാൾ ഏറി വരികയാണ്. ചതയപൂജയുടെ 25ാം വാർഷിക വേളയിൽ മറ്റൊരു മഹാദൗത്യം ഗുരു ഏൽപ്പിക്കുന്നു. മലയുടെ താഴ്വരയിൽ ബൃഹത്തായൊരു വിശ്വശാന്തി മന്ദിർ. ഏഴ് നിലകളിലായി 125 അടി ഉയരമുള്ള മന്ദിര സമുച്ചയം എക്കാലത്തെയും വിശ്വമാനവർക്ക് മഹാഗുരുവിനെ വേറിട്ടറിയുവാനും ഗുരുദർശനങ്ങൾ പഠിക്കുവാനും സാധനാനുഷ്ഠാനങ്ങൾക്കും ഉതകുന്ന ശാന്തിമന്ത്രം ഉരുവിടുന്ന ഒരിടമായി മാറുവാൻ മരുത്വാമല ഒരുങ്ങുകയാണ്. അതിനു മുന്നോടിയായി മഹാഗുരു അരുളി ചെയ്ത മഹാമന്ത്രത്താൽ വിശ്വശാന്തി യജ്ഞം തുടങ്ങിക്കഴിഞ്ഞു. ാല് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ മഹായജ്ഞം 2017 ജനുവരി 30 സമർപ്പിക്കും. യജ്ഞസമാപനത്തോടെ ഈ യജ്ഞഭൂമിയിൽ വിശ്വശാന്തി മന്ദിരത്തിന് തറക്കല്ലിടുകയാണ്. വിശ്വമാനവികതയുടെ പ്രവാചകനും പ്രയോക്താവുമായ ശ്രീനാരായണ ഗുരുദേവ തത്വദർശനങ്ങളുടെ പ്രകാശഗോപുരമായി വിശ്വശാന്തി മന്ദിരം പ്രശോഭിക്കും. 100 കോടിയിലേറെ ചെലവ് വരുന്ന ഈ മഹാസൗധത്തിൻ്റെ നിർമ്മിതിയിൽ എല്ലാവരുടെയും പങ്കാളിത്തവും സമർപ്പണവും തേടുകയാണ്. സമസ്തരുടെയും ക്ഷേമ ഐശ്വര്യങ്ങൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് മഹാഗുരുവിൻ്റെ തൃച്ചേവടികളിൽ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. നിങ്ങൾ ഒന്നിനൊന്നിനെ കണ്ടുകൂടാതെ തമ്മിൽ തല്ലുമ്പോൾ, മദ്യം കുടിച്ചും മാംസം ഭുജിച്ചും ബുദ്ധിയും ആരോഗ്യവും നശിപ്പിക്കുമ്പോൾ, ആത്മശുദ്ധിയില്ലാതെ പുഴുക്കളെപ്പോലെ പുളഞ്ഞു മതിക്കുമ്പോൾ നമുക്കെങ്ങനെ ശാന്തമായിരിക്കാൻ സാധിക്കും? വല്ലാതെ വാടിക്കരിയുന്നുവല്ലോ നിങ്ങൾ. ശരീരം കൊണ്ട് നിങ്ങൾ അറിയുന്ന സുഖങ്ങളൊന്നും അധിക സമയം അനുഭവപ്പെടില്ല. അവ അതിനേക്കാളേറെ നിങ്ങളെ ദുഃഖിപ്പിക്കും. അതിനാൽ വ്രതമെടുത്ത് മരുത്വാമല കയറുവിൻ. നാം ഇവിടെ തന്നെയുണ്ട്. നിങ്ങളിൽ അവസാനത്തെ ആൾ മോക്ഷം കൊതിച്ചെത്തും വരെയും
ഇവിടെ നാം കാത്തിരിക്കും. ശിവശങ്കര സർവശരണ്യവിഭോ ഭവസങ്കടനാശന പാഹി ശിവ കവി സന്തതി സന്തത